നോക്ക്, ഇവിടെ ഒരു നിയമസഭാംഗത്തിൻ്റെ പാലക്കാട്ടുകാർ 18,800 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ചരിത്ര വിജയം നൽകിയിട്ടുള്ള ഒരു MLA-യുടെ തലയെടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ പ്രതികൾ മുഴുവൻ അപ്പുറത്തുനിന്ന് ഇപ്പോൾ എനിക്കെതിരെയും കൊലവിളിയും ദുരാക്കി നടത്തിയായിരുന്നു. ഇതേ പ്രതികൾ പ്രസംഗിച്ച അതേ ആളുകൾ, അവർക്കെതിരെ ഒരു നടപടിയില്ല, അവർക്കെതിരെ പോലീസ് ആക്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഈ പാലക്കാട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്നിട്ട് ഒരാളാണ്. ഇവിടുത്തെ BJP-കാരുടെയും RS-കാരുടെയും ഭീഷണിക്ക് മുന്നിൽ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ കൊലവിളി നടത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാം, ഇവിടുത്തെ MLA-യുടെ തലയെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. ഇന്ന് വളരെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ് ഇറങ്ങിയത്. യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനെതിരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണമാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. വളരെ ക്രൂരമായിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ആക്രമിച്ചിട്ടുള്ളത്, MLA-യുടെ സ്റ്റാഫിനെ ആക്രമിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് നേരെ ആക്രമണം ഉണ്ടായി, ജലബീരങ്കി അടിച്ചു. അപ്പോൾ ഞാൻ ഉദ്ഘാടകനായി വന്നൊരു പരിപാടിയിൽ എനിക്ക് നേരെ ജലബീരങ്കി പ്രയോഗിച്ചു, എന്നെ വലിച്ചഴച്ചു കൊണ്ടുപോയിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനോട് നീതി നിഷേധിക്കുകയും അപ്പുറത്ത് സംഘപരിവാറുകാർ എന്ത് അക്രമം കാണിച്ചാലും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് പാലക്കാട്ടെ പോലീസും പിണറായി വിജയൻ്റെ പോലീസ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ ആരോപിച്ചാണ് ഇത് CJP ആണെന്ന്. CPM-ൻ്റെയും BJP-യുടെയും ഐക്യമാണ് ഇവിടെ കാണുന്നത്. CPM-ൻ്റെ പോലീസ് ഇവിടെ BJP-യെ സഹായിക്കുന്നു, സംഘപരിവാറിനെ സഹായിക്കുന്നു, MLA-യുടെ തലയെടുക്കുമെന്ന് പറഞ്ഞവന് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നു. മറുവശത്ത് ജനാധിപത്യപരമായി പ്രതിഷ്ഠിച്ച ആളുകൾക്കെതിരെ ലാത്തി ഉപയോഗിക്കുന്നു, ജലബീരങ്കി ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും വലിയ ജനകീയ പ്രതിരോധം ഇനി ഉയർന്നു വരും. ഇത് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു SI പറയുക, സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോട് പറയുക, ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്റെ മുഖം അടിച്ചു പൊളിക്കുമെന്ന്. ആ പോലീസ് സ്റ്റേഷനിലായിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ആ SI-യും അങ്ങനെ ആർജവമുള്ള ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ വന്നിട്ട് തൊട്ട് നോക്കട്ടെ. അവൻ്റെ മുഖം വെട്ടിരിപ്പുണ്ടല്ലോ, ഒന്ന് അടിച്ചു പൊളിച്ചു നോക്കട്ടെ. എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊന്ന് നോക്കാം. സമരം ചെയ്യുന്നവർ അങ്ങനെയാണോ പറയണ്ടേ? മുഖം അടിച്ചു പൊളിക്കുന്നു. എന്നിട്ട് ഇപ്പം ഞാൻ ചോദിച്ചു പറയാം അടിച്ചു പൊളിക്കുമെന്ന്. എന്നാൽ ഞങ്ങൾ വെല്ലുവിളിക്കുക. പുറത്തൊന്നും പോകണ്ട, പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇവൻ്റെ മുഖത്തൊന്ന് തൊട്, പിന്നല്ലേ അടിച്ചു പൊളിക്കുന്നു. ഒന്ന് തൊട്ട് കാണിയത്. ഇവിടെ ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി, നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? നേരെ എത്രയായാലും ഒരു കേസെടുത്തോ? ഇനി ആ വെല്ലുവിളിച്ചവരോട് പറയാ, ഞാൻ പാലക്കാടുണ്ട്, ടൗണിലുണ്ട്, തലയെടുക്കാൻ കൊതിച്ച് നിൽക്കുന്നവർ ഇങ്ങോട്ട് വാ, തലയൊന്ന് എടുത്ത് കാണിര്. കാല് വെട്ടുമെന്ന് പറഞ്ഞാൽ ആ കാലുറപ്പിച്ചിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്, ഒന്ന് എടുത്ത് കാണിര്. അങ്ങനെ എന്നെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം തീരുമോ? BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടം അവസാനിക്കൂ. ഞാനില്ലെങ്കിൽ അടുത്ത ആൾ വരും. എന്നാ ഇവിടുന്ന് തല കൊയ്തിട്ട് അവർ ബാക്കി ഉണ്ടാക്കട്ടെ. പോലീസ് നടപടി മനഃപൂർവ്വമാണെന്നാണ്. പോലീസ് നടപടി, ഇവിടെ പോലീസിനെ നയിക്കുന്നത്, ഞാനതാ പറഞ്ഞത്, മുനിസിപ്പാലിറ്റി മാത്രമാണ് BJP ഭരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ മേലധികാരി BJP അല്ല. ഞാൻ ചോദിച്ചല്ലോ, ഇവിടെ കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞൊരു മന്ത്രി, ആ മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ MP-യും MLA-യും പങ്കെടുക്കുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നുള്ള സമരം. എന്താണ് നമുക്ക് മനസ്സിലായത് പോലുമില്ല. ആ സമരത്തിൽ കേസില്ല, അവിടെ അടിയില്ല, അവിടെ അടിക്കാൻ പോയില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഒരു BJP-യുടെ ഒരു കൊട്ടേഷൻ നേതാവ് പറയുകയാണ്, എന്താണ് കാലെടുക്കും, പോലീസിന് കേസുണ്ടോ? ഇന്നിപ്പോൾ വന്നിട്ട് വേറൊരു BJP നേതാവ് പറയുക, തലയെടുക്കും, പോലീസിന് കേസുണ്ടോ? എൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ട് ഇന്നലെ കോപ്രായം കാണിച്ചു. ലാത്തി ചാർജ് അവിടെ ഉണ്ടായോ? പരാതി കൊടുത്തിട്ടുണ്ട്. ലാത്തി ചാർജ് നടത്തിയോ? ഇവിടെ ഉണ്ട്, ബ്ലോക്ക് പ്രസിഡന്റ് പരാതി കൊടുത്ത ആളാണ്. ലാത്തി ചാർജ് ഉണ്ടായോ? DCC ഓഫീസിന് മുന്നിൽ മാർച്ച് നടത്തി, തോന്നിവാസങ്ങൾ മുഴുവൻ കാണിച്ചു. അവിടെ ലാത്തി ചാർജ് ഉണ്ടായോ? BJP-ക്കെതിരായിട്ട് ഒരാൾ കമാന്ന് ലക്ഷം മിണ്ടാൻ പാലക്കാട്ടെ പോലീസ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ആ സ്റ്റേഷനിൽ നിന്നിട്ട് തന്നെ സംസാരിക്കാം. എന്താ എടുക്കുക? കേസെടുക്കും. എടുക്കുക. കേസ് എന്താ പുത്തരിയ? എൻ്റെ പൊന്നു സഹോദരന്മാരെ, എനിക്ക് കബറുടെ ഒഴുക്കല്ല, എന്നെ കബറിൽ കൊണ്ടുവന്ന് കിടത്തിയാൽ ആ കിടത്തുന്ന നിമിഷം വരെ ഉണ്ടല്ലോ, ജീവനറ്റ് പോകുന്ന നിമിഷം, അതുവരെ BJP-ക്കെതിരായിട്ട് പോരാടും. അത് കഴിഞ്ഞുള്ള ആളെ കാര്യമല്ലേ, അത് അടുത്ത വരുന്നവൻ നടത്തിക്കോളും. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമൊന്നുമല്ല. എനിക്ക് കബറിൽ ഒരുക്കി എൻ്റെ തലയങ്ങ് കൊയ്താൽ തീർന്നു പോകുന്നതാണോ ഈ പോരാട്ടം? ഈ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയാ. ഞങ്ങളാ പോരാട്ടം തുടരും. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലോ എന്നുള്ള വിഷയമല്ല. ആ പോരാട്ടം തുടരും. എന്നാൽ തലയെടുക്കട്ടെ. എത്ര തലകളാണ് ഇവർ കൊയ്യാൻ പോകുന്നത് കാണാലോ. ഒളിച്ചും പാത്തൊന്നുമല്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ, ടൗണിലുണ്ടല്ലോ. എന്നാൽ കൊയ്യട്ടെ.